ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വാരിക്നോൺസ് തിയറം. വാരിക്നോൺസ് തിയറത്തിന്റെ മറ്റൊരു പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. എന്തായിരുന്നു വാരിക്നോൺസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്? States that the moment of a force about any axis is equal to sum of moments of its components about that axis. അപ്പം അത് എഴുതുക, സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഒരു ഫിഗർ വരച്ചിട്ട് അത് റെപ്രസെന്റ് ചെയ്യുകയും കൂടെ വേണം. ഓക്കെ, അപ്പം എൻ്റെ ഒരു മൊമെന്റ്സ്, ഒരു ഫോഴ്സ് കൺസിഡർ എ ഫോഴ്സ് എഫ്. ഓക്കെ, ഫിഗറോടെ വരച്ചെഴുതാം. കൺസിഡർ എ ഫോഴ്സ് എഫ് ആണ്. ഈ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എ ആണ്. അതിന്റെ രണ്ട് കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് F1 ആണ്, മറ്റൊന്ന് F2 ആണ്. ഓക്കെ, രണ്ട് കമ്പോണൻസ് എന്ന് പറയുന്നത് F1 ആൻഡ് F2 ആണ്, ഏതെങ്കിലും രണ്ട് ഡയറക്ഷനിൽ. ഓക്കെ, അപ്പൊ ഈ മൊമെന്റ് ഓഫ് ഫോഴ്സ് എഫ് എബൌട്ട് ആൻ ആക്സിസ് ത്രൂ ആൻ ആർബിട്രറി പോയിന്റ് O. അപ്പൊ ഞാനിപ്പോ ഒരു ആർബിട്രറി പോയിന്റ് ഓയിൽ കൂടെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാം. ഈ ആക്സിസിന് അബൌട്ട് ആയിട്ട് എന്റെ ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ്റെ ഈ ഫോഴ്സും ഈ O എന്നുള്ള പോയിന്റ് കൂടെ ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം അല്ലെ. അപ്പൊ ഈ ഫോഴ്സിൽ നിന്ന് ഓയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് D എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിവർ ആം എന്ന് പറയുന്നത്. അപ്പൊ മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? F × D ആയിരിക്കും അല്ലെ. മൊമെന്റ് എന്താണ്? F × D അല്ലെ. അപ്പൊ ഡിക്ക് എന്ത് പറയാം? D എന്ന് പറയുന്നത് എന്താ? ആം ഓഫ് ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഫോഴ്സുകളുണ്ട്, F1 F2 ഉണ്ട് അല്ലെ. അപ്പം F1ന്റെയും F2ന്റെയും ആം ഓഫ് ഫോഴ്സ് ഞാൻ വരയ്ക്കുകയാണ്. ഇതാണ് D2, ചെറിയൊരു നിമിഷം. ഓയിൽ നിന്ന് F2ലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് D2. ഓയിൽ നിന്ന് F1ലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് D1. അപ്പം D1ഉം D2ഉം വരയ്ക്കുമ്പം പെർപെൻഡിക്കുലർ ആയി, ഈ ആംഗിൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. സ്ക്രീനിൽ വരയ്ക്കുമ്പോൾ കറക്റ്റ് പെർപെൻഡിക്കുലർ ആക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. ഓക്കെ, ഇപ്പൊ D എന്ന് പറഞ്ഞാൽ ആം ഓഫ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ D1 ആൻഡ് D2 എന്ന് പറയുമ്പോൾ എന്താ? ആം ഓഫ് ഫോഴ്സസ് ഓഫ് F1 ആൻഡ് F2 ആണ്. അപ്പൊ നമുക്ക് ഈ സം ഓഫ് മൊമെന്റ്സ് ഓഫ് കമ്പോണൻസ് F1 ആൻഡ് F2 എന്ന് പറയുന്നത് എന്തിരിക്കും? സം ഓഫ് മൊമെന്റ്സ് ഓഫ് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ സം ഓഫ് മൊമെന്റ്സ് ഓഫ് കമ്പോണൻസ് അതെന്താ? രണ്ട് കമ്പോണന്റ് ഫോഴ്സുകളുടെ അല്ലെങ്കിൽ അവരുടെ മൊമെന്റ്. അപ്പൊ F1 × D1 പ്ലസ് F2 × D2 അല്ലെ. അപ്പൊ F1 D1 പ്ലസ് F2 D2 ഇത് എന്തിന് ഈക്വൽ ആണ്? FD ക്ക് ഈക്വൽ ആണ്. അപ്പൊ FD is equal to F1 D1 പ്ലസ് F2 D2. ഇതാണ് എന്ത്? വാരിഗൺസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫ്രീ ബോഡി ഡയഗ്രാം വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പൊ എന്താണ് ഈ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്? അതൊരു സിംപ്ലിഫൈഡ് വിഷ്വൽ റെപ്രസെന്റേഷൻ അല്ലെ. ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ സിംപ്ലിഫൈഡ് വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. ആ ബോഡിയെ നമ്മൾ എന്ത് ചെയ്യും? ഐസൊലേറ്റ് ചെയ്യും. അതിന്റെ സറൗണ്ടിങ്സിനെല്ലാം ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ മൊമെന്റ്സ് മാത്രം, ഒരു ബോഡി അതിൽ ഫോഴ്സ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സും മൊമെന്റും മാത്രമായിട്ട് നമ്മൾ വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പൊ വിത്ത് ആൻ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മളൊരു എക്സാമ്പിൾ വരയ്ക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിളിൽ ഒരു ചാനൽ ഞാൻ വരയ്ക്കുകയാണ്. ആ ചാനലിൽ എനിക്ക് ടച്ച് ചെയ്ത് കിടക്കുന്ന രണ്ട് സ്ഫിയറുകളുണ്ട്. നിങ്ങൾ സ്ഫിയർ ഒക്കെ വരയ്ക്കുമ്പോൾ ഇച്ചിരി വൃത്തിക്ക് വരയ്ക്കണം. ടച്ച് ചെയ്ത് കിടക്കുന്ന രണ്ട് സ്ഫിയറുകളുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്തൊക്കെയായിരിക്കും? ഈ ഒരു സർഫസ് ഉണ്ട്, ആ ബോട്ടത്തിൽ ഒരു സർഫസ് ഉണ്ട്, ലെഫ്റ്റിൽ ഒരു സർഫസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട് അല്ലെ, അത് R1. ആ ഒരു ബോഡി തിരിച്ചു കൊടുക്കുന്ന റിയാക്ഷൻ R1 എന്ന് പറയും. ഓക്കെ, ഇനിയും ഈ ഒരു ബോഡി, ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ് A. വെയിറ്റ് ഓഫ് A താഴോട്ട് ആക്ട് ചെയ്യാം അല്ലെ, WA താഴോട്ട് ആക്ട് ചെയ്യാം. പിന്നെ വേറെന്താണ്? ഈ ഒരു ബോഡിയും ഈ B എന്ന് പറയുന്ന സ്ഫിയറും തമ്മിലുള്ള ആ റിയാക്ഷൻ കാരണം അല്ലെ, ഇവിടെ ഒരു R2 ഡെവലപ്പ് ചെയ്യാം അല്ലെ. ഇതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു R2. ഓക്കെ, അപ്പൊ R2. ഇനി ഈ സർഫസ് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ R3, ബോഡി സർഫസിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് R3,
R4 R4 ഇത്രയും ഫോഴ്സുകൾ ഉണ്ടല്ലേ. അപ്പൊ ഇതില് നമ്മൾ ഒരു ബോഡീനെ ഐസൊലേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ എന്റെ എ എന്നുള്ള ബോഡീനെയാണ് ഐസൊലേറ്റ് ചെയ്യുന്നതെങ്കിൽ എ എന്നുള്ള സ്ഫിയർ മാത്രം വരയ്ക്കുക. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്തൊക്കെയായിരിക്കും? R1. പിന്നെ വേറെന്താണ്? അവന്റെ വെയിറ്റ് WA. പിന്നെ വേറെന്താ? ഇവിടെ നമ്മൾ വെയിറ്റ് പറഞ്ഞില്ല അല്ലെ, WB ഉണ്ട്. ഓക്കെ, പിന്നെ വേറെന്താ? ഈ ബോഡി ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് R2. ഓക്കെ, അപ്പൊ ഇതാണ് എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ അല്ലേ? Next question, distinguish between angle of friction and angle of repose. ഓക്കെ, അപ്പൊ ഇത് പറയണമെങ്കിൽ നമുക്കൊരു ഡയഗ്രാം പറയാം. ഇതാണ് എൻ്റെ നോർമൽ റിയാക്ഷൻ. ഓക്കെ, RN എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ സർഫസ്. ഈ സർഫസിലുള്ള നോർമൽ റിയാക്ഷൻ ആണ് RN. ഓക്കെ, അപ്പൊ ഈ സർഫസിൽ ആക്ട് ചെയ്യുന്ന ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണ്? എഫ് ലിമിറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ RN എന്ന് പറയാം അല്ലെ. ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെയും നോർമൽ റിയാക്ഷന്റെയും റിസൾട്ടന്റ് ആണ് R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ അറ്റ് കോണ്ടാക്ട് സർഫസ് ആൻഡ് റിസൾട്ടന്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പൊ എന്താണ്? ഏത് ആംഗിളാ? ഈ ആംഗിൾ. അപ്പൊ ഈ ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഫൈ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? tan phi. Tan phi is equal to F divided by Rn. ഓക്കെ, അപ്പം എഫ് എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണ്? മ്യൂ RN ഡിവൈഡഡ് ബൈ RN. അപ്പൊ എന്ത് വരും? മ്യൂ വരും. tan phi is equal to മ്യൂ. ഇതാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ് നമുക്കറിയാം എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ മാക്സിമം ഇൻക്ലിനേഷൻ ഓഫ് എ പ്ലെയിൻ ഓൺ വിച്ച് എ ബോഡി ക്യാൻ റിപ്പോസ് വിത്തൗട്ട് അപ്ലൈയിങ് എക്സ്റ്റേണൽ ഫോഴ്സ്. അതിനാണ് എന്ത് പറയാ? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയാം. അപ്പൊ ആംഗിൾ ഓഫ് റീപോസിനെ നമുക്ക് ആൽഫ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് എൻ്റെ ബോഡി. ഇവന്റെ വെയിറ്റ് W താഴോട്ട് ആക്ട് ചെയ്യും. ഇനി ഇത് ആൽഫ ആണെങ്കിൽ ഇതിന് രണ്ട് കമ്പോണൻസ് ഉണ്ട് അല്ലെ. ഇത് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഇതാണ് ആൽഫ. ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്ത് വരും? W കോസ് ആൽഫ. ഈ കമ്പോണന്റ് എന്താ വരുന്നത്? W സൈൻ ആൽഫ. ഇനി ഈ ബോഡിയുടെ സർഫസിൽ നമുക്കൊരു നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് RN. ഓക്കെ, അപ്പം RNന്റെ ഇനി RN ഇങ്ങോട്ടുണ്ട്. നമുക്കൊരു ഫ്രിക്ഷണൽ ഫോഴ്സ്, ഈ ബോഡി താഴോട്ട് മൂവ് ചെയ്യാൻ ടെൻഡൻസി അല്ലെ. അപ്പൊ മേലോട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ഇൻറ്റു RN ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സിനെ എന്താ പറയാം? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു RN ആണ്. നമ്മളിപ്പോ എലോങ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമ്മൾ ഫോഴ്സസിനെ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മ്യൂ ഇൻറ്റു RN. എന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് മൈനസ് W സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പൊ മ്യൂ RN എന്താണ്? മ്യൂ RN എന്ന് പറയുന്നത് W സൈൻ ആൽഫ. ഓക്കെ, ഇനി പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഫോഴ്സിനെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? RN upward minus W cos alpha is equal to 0. അപ്പൊ RN എന്ന് പറയുന്നത് എന്ത് വരും? W cos alpha. അപ്പൊ ഇവിടെ RN ന്റെ ഇക്വേഷൻ നമുക്ക് രണ്ടായിട്ട് കിട്ടി അല്ലേ. RN ന്റെ ഇക്വേഷൻ W cos alpha എന്നും കിട്ടി, വേറെ മ്യൂ RN എന്ന് പറയുന്നത് W sin alpha എന്നും കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മ്യൂ ഇൻറ്റു RN ന് പകരം W cos alpha എന്ന് പറയുന്നത് W sin alpha എന്ന് കിട്ടും. W ക്യാൻസൽ ആയി പോയി. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എത്രയാണ്? ടാൻ ആൽഫ. ടാൻ ആൽഫ എന്ന് പറയുന്നത് ന്യൂ ആണ്. ടാൻ ആൽഫ എന്ന് പറയുന്നത് ന്യൂ ആണെങ്കിൽ എന്താണ്? ടാൻ ആൽഫ ടാൻ ന്യൂ എന്തായിരുന്നു നമ്മൾ കണ്ടത്? ടാൻ ഫൈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം? ആൽഫ ഈസ് ഈക്വൽ ടു ഫൈ. അതായത് ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് റീപോസും ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, next question, define the terms moment of inertia and polar moment of inertia. ഓക്കെ, അപ്പം മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഏരിയ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ട് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതിന്റെ മെഷറാണ് നമ്മൾ എന്താ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒരു ലാമിനയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലുള്ള എല്ലാ സ്മോൾ ഏരിയാസും DA എല്ലാം കണ്ടുപിടിച്ചിട്ട് അതിനെല്ലാം വിത്ത് റെസ്പെക്ട് ടു R സെക്കൻഡ് മൊമെന്റ് എടുക്കണം. DA into R സ്ക്വയർ. ഓക്കെ, അപ്പം അതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്.
അപ്പം ഇതിൽ r എന്ന് പറയുമ്പോൾ എന്താ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദിസ് സ്മോൾ ഏരിയ ഫ്രം ദ റെഫറൻസ് ആക്സിസ് ആണ് എന്ത് പറയുന്നത് r എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ റെഫറൻസ് ആക്സിസ് എ ബി ആണെങ്കിൽ ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്. d എന്ന് പറയുന്നത് ആ സ്മോൾ ഏരിയ. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് എന്താ ഏരിയ മൊമെന്റ് അല്ലേ. അപ്പം ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അതാകുമ്പോൾ m സ്ക്വയർ, ഏരിയ m സ്ക്വയർ. അപ്പോൾ യൂണിറ്റ് എത്രയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ m⁴ ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ എന്താ, അതൊരു ടൈപ്പ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അത് എന്താണ് മെഷർ ചെയ്യുന്നത്, റെസിസ്റ്റൻസ് ടു ടോർഷൻ അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ട് നമ്മുടെ ഒബ്ജക്റ്റിന് എത്ര റെസിസ്റ്റൻസ് ഉണ്ട് അഗെയിൻസ്റ്റ് ടോർഷൻ ഓർ ട്വിസ്റ്റിംഗ് എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ് എന്ത്, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, അപ്പോൾ ഈ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ ടോർഷൻ ട്വിസ്റ്റിംഗ് ഒക്കെ വരുന്ന എന്ത് ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സിലായിരിക്കും, സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഷാഫ്റ്റിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ആക്സിന് അബൌട്ട് ആയിട്ടൊരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്, വൈ ആക്സിന് അബൌട്ട് ആയിട്ടൊരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ് എന്ത്, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഐ പി എന്ന് പറയുമ്പോൾ എന്താണ്, IX + IY. ഓക്കെ അല്ലേ, എങ്ങനെയാണ് നമ്മൾ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ ആപ്ലിക്കേഷൻ ആണ് എന്തില്, മൂവിംഗ് ബോഡിയിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൈനാമിക് പ്രോബ്ലത്തെ ഒരു ഇക്വലന്റ് സ്റ്റാറ്റിക് പ്രോബ്ലം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, F = ma. ഓക്കെ, ഫോഴ്സ് = മാസ് ഇൻറ്റു ആക്സലറേഷൻ. F - ma = 0. അല്ലെങ്കിൽ ഈ ഇക്വേഷനെ F + - ma = 0 എന്ന് എഴുതാം. ഓക്കെ, ഈ -ma എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് നമ്മുടെ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, മാസ് ഇൻറ്റു ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ്. ഓക്കെ അല്ലേ, അപ്പം F + - ma = 0. ഇതിനാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ എഴുതാം, ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ states that the resultant of a system of force acting on a body in motion is in dynamic equilibrium with the inertia force. ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ആയതുകൊണ്ടാണ് എക്സ്റ്റേണൽ ഫോഴ്സും ഇനേർഷ്യ ഫോഴ്സും കൂടുമ്പോൾ നമുക്ക് 0 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ. Next question, what do you mean by general plane motion? Give 2 examples of bodies performing combined motion of rotation and translation. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു ക്ലൂ കിട്ടി. എന്താണ് general plane motion എന്ന് പറഞ്ഞാൽ, it refers to the motion of a rigid body in a plane where both translational motion and rotational motion occur simultaneously. ട്രാൻസ്ലേഷനും റൊട്ടേഷനും ഒരുപോലെ നടക്കുന്നു. പെട്ടെന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ഏത് എക്സാമ്പിൾ ആയിരിക്കും, ഒരു വീലിന്റെ കാര്യമായിരിക്കും അല്ലെ. ഒരു ഫ്ലാറ്റ് സർഫസിൽ കൂടെ വീല് പോകുമ്പം എന്താണ്, മൂവിങ് ഫോർവേഡ് എന്നുള്ള ട്രാൻസ്ലേഷൻ ആണ്. അതിന്റെ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ട് അത് എന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഒരു പെൻഡുലത്തിന്റെ സ്വിങ്ങിങ്, അപ്പൊ അതെന്താണ്, അതിന്റെ ബേസ് നോക്കി കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അതൊരു ആംഗുലാർ മോഷനും പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ ഒരു ജനറൽ പ്ലെയിൻ മോഷൻ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. ആ ജനറൽ പ്ലെയിൻ മോഷനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ട്രാൻസ്ലേഷൻ എന്നും പിന്നെ റൊട്ടേഷൻ എന്നും സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പൊ എനിക്കൊരു ബോഡി, ഒരു ബാർ ഉണ്ട്, അതിന് AB എന്ന് അതിന്റെ പേര്, AB. ഓക്കെ, ഇവന്റെ ട്രാൻസ്ലേഷൻ മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്യും. ഇവന്റെ ട്രാൻസ്ലേഷൻ മാത്രം, ഇവനൊരു പുതിയൊരു പ്ലേസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ട്രാൻസ്ലേഷൻ മാത്രം കൺസിഡർ ചെയ്യും. അതെ, പ്ലസ് പിന്നെന്തായിരിക്കും, റൊട്ടേഷൻ. ഈ AB എന്നുള്ളതിന്റെ റൊട്ടേഷൻ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്ലേഷനും റൊട്ടേഷനും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ കമ്പൈൻഡ് എഫക്റ്റ് ആണ് നമ്മൾ ഫൈനൽ മോഷൻ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ഇതിനാണ് നമ്മൾ ജനറൽ പ്ലെയിൻ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കർവിലീനിയർ മോഷൻ ആൻഡ് പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, അപ്പം കർവിലീനിയർ മോഷൻ നമ്മൾ പഠിച്ച എന്തായിരുന്നു, മോഷൻ അലോങ് കർവ്ഡ് പാത്തിനാണ് നമ്മൾ കർവിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊജക്ടൈൽ മോഷൻ എന്തായിരുന്നു, നമ്മൾ
ഒരു ഒബ്ജക്റ്റിനെ എയറിലേക്ക് പ്രൊജക്ട് ചെയ്യും. ആ ഒബ്ജക്റ്റ് ട്രേസ് ചെയ്യുന്ന പാത്ത്, ആ ഒബ്ജക്റ്റ് എന്തിന്റെ അണ്ടറിലായിരിക്കും? ഗ്രാവിറ്റിയുടെ അണ്ടറിൽ ട്രേസ് ചെയ്യുന്നതിനാണ് നമുക്ക് എന്ത് പറയുന്നത്? ആ മോഷനാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ട്രാജക്ടറി എന്ന് പറഞ്ഞ ഒരു കേർഡ് പാത്ത് ആണ്. ഇതിന്റെ ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതൊരു പരാബോളിക് ഷേപ്പ് ആണ്, അതുകൊണ്ട് ഒരു പരാബോളിക് പാത്ത് ആണ്. ഓക്കെ, ഇനി ഈ കേർഡ് മോഷനിൽ എന്തൊക്കെ ഫോഴ്സ് വരാം? ഗ്രാവിറ്റി ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, സെൻട്രിപെറ്റൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ടെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേർഡ് മോഷനിൽ വരുന്നത്. ഈ നമ്മുടെ പ്രൊജക്ടൈൽ മോഷനിൽ വരുന്ന ഫോഴ്സ് എന്തായിരിക്കും? ആ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് ഓൺലി അണ്ടർ ഗ്രാവിറ്റി ആണ്. ഇവിടെ നമ്മൾ എന്ത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്? എയർ റെസിസ്റ്റൻസ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, അവന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളിങ്ങനെ കർവ്ഡ് മോഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഇനീഷ്യലി ഇങ്ങോട്ടായിരിക്കും വെലോസിറ്റി അല്ലെ. കുറച്ച് കഴിയുമ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ പതുക്കെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ പ്രൊജക്ടൈൽ മോഷനിലാണെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റിയും വെർട്ടിക്കൽ വെലോസിറ്റിയും ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദിസ് മോഷൻ ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ത് തന്നെയാണ്? കോൺസ്റ്റന്റ് തന്നെയാണ്. ഓക്കെ, പക്ഷെ വെർട്ടിക്കൽ വെലോസിറ്റി വേരി ചെയ്യാം. വെർട്ടിക്കൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യാം. ടോപ്പ് പോയിന്റിൽ വരുമ്പോൾ അതില്ല, 0 ആ, പിന്നീട് മാക്സിമം വരും. ഓക്കെ, അങ്ങനെ വെർട്ടിക്കൽ വെലോസിറ്റി വേരിയിങ് ആണ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് ഏതൊക്കെയാ? നമുക്ക് ഒരു കേർഡ് റോഡിൽ കൂടെ കാർ പോകുന്നത്, അല്ലെങ്കിൽ ഒരു കേർഡ് ചാനൽ കൂടെ വാട്ടർ പോകുന്നത്, അതൊക്കെ എന്താണ്? കർവ് ലീനിയർ മോഷൻ ആണ്. ഓക്കെ, ഇനി ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് പുട്ട് ഒരു ആംഗിളിൽ നമ്മൾ എറിയുന്നത്, ഇതൊക്കെ എന്താണ്? പ്രൊജക്ടൈൽ മോഷൻ ആണ്. ഓക്കെ, next question, distinguish between simple harmonic motion and projectile motion. Okay, അപ്പൊ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു റെപ്പറ്റേറ്റീവ് ഓസിലേറ്ററി മോഷൻ അല്ലെ, ഒരു റെപ്പറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതില് ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ ആക്സിലറേഷൻ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്? ടുവേർഡ്സ് ദ മീൻ പൊസിഷനിലാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്ത് എയറിലോട്ട് പ്രൊജക്ട് ചെയ്യുക, അത് അണ്ടർ ഗ്രാവിറ്റി ആയിരിക്കും മോഷൻ. ഇനി ഈ പാത്ത് ഓഫ് മോഷൻ എന്ന് പറയുന്നത് സിനുസോയിഡൽ അല്ലെങ്കിൽ ഒരു പീരിയോഡിക് പാത്ത് ആകാം, അല്ലെങ്കിൽ ലീനിയർ അല്ലെങ്കിൽ സർക്കുലർ ആവാം. എന്തില്? സിമ്പിൾ ഹാർമോണിക് മോഷനിൽ. പ്രൊജക്ടൈൽ മോഷനിലാണെങ്കിലോ അത് പാരാബോളിക് പാത്ത് ആണ്. ഇനി ആക്സിലറേഷന്റെ കാര്യം എങ്ങനെയാ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് വേരിയബിൾ അല്ലെ. ആക്സിലറേഷന്റെ വാല്യൂ നമ്മൾ പഠിച്ചാൽ -ω²x എന്ന്, അതപ്പം പ്രപ്പോർഷണൽ ടു ദിസ് ഡിസ്പ്ലേസ്മെന്റ് x ആണ്. ഇനി ഇവിടെ ആണെങ്കിലോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയത് കാരണം ആക്സിലറേഷൻ ഇല്ല. വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, വെലോസിറ്റിയുടെ വാല്യൂ എന്തായിരുന്നു? വെലോസിറ്റി v is equal to omega into square root of r² - x². അപ്പൊ ഈ വെലോസിറ്റിയുടെ വാല്യൂ മാക്സിമത്തിനും മിനിമത്തിനും ഇടയിൽ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ആണെങ്കിലോ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, വെർട്ടിക്കൽ വെലോസിറ്റി അണ്ടർ ഗ്രാവിറ്റിക്ക് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, അടുത്തത് ഇതിൽ വരുന്ന എനർജി എന്തൊക്കെയാ? പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഒക്കെയാണ് എനർജി ഇതിൽ കൺസേർഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആണെങ്കിലോ പ്രൊജക്ടൈൽ മോഷനിലാണല്ലോ കൈനറ്റിക് എനർജി അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അത് ത്രൂ ഔട്ട് മോഷനിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ എക്സാമ്പിൾ എന്താ? പെൻഡുലം സ്വിംഗിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ആണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സാമ്പിൾ. മോൺ ഇൻടു എയർ ആണ് ഇതിന്റെ എക്സാമ്പിൾ, പ്രൊജക്ടൈൽ മോഷന്റെ എക്സാമ്പിൾ. ഓക്കെ,